നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കി. ദൈവമേ, അർഹിക്കാത്ത നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് നിന്നെ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ ഹൃദ്യമായിട്ട് അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ അരികിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ അനുഭവം ഞങ്ങൾക്കിന്ന് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ വിശ്വാസികളെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 3-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 3. ദൈവം ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ.
കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിരന്തരസനത്തിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനെല്ലാം പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്കത് സ്ഥാനങ്ങളിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തി നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ സകലവിധമായ ദോഷങ്ങളും കുറവുകളും ദൈവസന്നിധിയിൽ പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ഒന്നാമത്തെ പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികൾ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അശ്വന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗ്ഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദാനപ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മോചനത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോട് നീതിയോട് സുബോധത്തോടെ നടക്കേണ്ടതിന് ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഒന്നാം പാഠം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിപ്പീൻ. എഹെസ്കേൽ 37 1 മുതൽ 14 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു.
ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലാതെയായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ 1-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 104-ാം സങ്കീർത്തനം. സങ്കീർത്തനം 104, 24-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 104, 24-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോട് നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രമതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാദാനുണ്ട്. തക്ക സമയത്ത് അതിൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. യഹോവ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമീൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ദൈവജനം ശ്രദ്ധിപ്പീൻ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രഗ്യയിലും പാഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു.
ഇവിടെ പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ: നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ എന്നിൽ വിശ്വസിക്കായ്കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 164-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 164-ാമത്തെ പാട്ട്.
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ചലിപ്പിക്കുന്നതും രൂപപ്പെടുത്തുന്നതും കൂട്ടായ്മ ബന്ധം വരുത്തുന്നതുമാണ്. ഇന്ന് സഭയുടെ പിറവി ദിനം ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ആരാധനയുടെ അനുഭവത്തിൽ പങ്കിടുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട വചനത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അതിലൂടെ നിൻ്റെ മുഖം കാണുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആദ്യാവസാന തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചന കേൾക്കുമാറാകണമേ. ആമീൻ. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നേ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അതിപ്രധാനമായ ഒരു ദിനമാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം സഭയുടെ വളർച്ചയ്ക്ക് ഉതകത്തക്ക രീതിയിലുള്ള പരിശുദ്ധാത്മാവ് ദാനം ലഭിച്ച ദിനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ദിനമാണ്. അതുകൊണ്ട് ഈ ദിനത്തിന് സഭയുടെ പശ്ചാത്തലത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിനവും സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിനവുമാണ് വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലെ ഈ അതിപ്രധാനമായ സംഭവം നടന്നത്. ഒരുപക്ഷെങ്കിൽ പഴയ നിയമ പ്രവചനങ്ങളുടെ വാഗ്ദാനങ്ങളുടെ ഒക്കെ വലിയ പൂർത്തീകരണമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് കൃത്യമായ രേഖപ്പെടുത്തലുകൾ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും യേശുക്രിസ്തു പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കുമെന്ന് ക്രിസ്തു കൃത്യമായി ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കാര്യസ്ഥനെ ഈ ലോകത്തിന് നൽകിക്കൊണ്ട് പുതിയ ഒരു സംസ്കാരത്തിനും പുതിയ ഒരു സഭയുടെ രൂപീകരണത്തിനും ഇതുവരെ ഉണ്ടാകാത്ത ഒരു സുവിശേഷത്തിൻ്റെ പുതിയ മുഖത്തിനും രൂപം നൽകുന്ന പ്രവർത്തനമാണ് ഈ പെന്തക്കോസ്ത് ദിനത്തിലൂടെ സംഭവിക്കപ്പെട്ടത്. ഒരുപക്ഷെങ്കിൽ സഭയെന്ന് പറയുന്നത് യഹൂദന്മാരടങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ മാത്രം ചിന്തയാണെങ്കിൽ ദൈവരാജ്യമെന്ന് പറയുന്നതും പോലും അത്തരത്തിലുള്ള ചിന്തകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ യേശു അതിനെ കുറച്ചുകൂടെ വിപുലമാക്കിക്കൊണ്ട് ജാതികളുടെ നേരെ സഭയുടെ വാതിൽ തുറക്കപ്പെടുന്ന ഒരു അവസരം കൂടിയാണ് ഈ പെന്തക്കോസ്ത് ദിനമെന്ന് പറയുന്നത്. ഒരുപക്ഷെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈപ്പറ്റ സംഭവമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ CSI സഭയുടെ ചരിത്രത്തിൽ തന്നെ പെന്തക്കോസ്ത് ദിനത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ചരിത്രപരമായ ചില വ്യതിയാനങ്ങൾ രൂപപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ചരിത്രങ്ങളും രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ഇന്നത്തെ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ 2-ാം പാഠമായ വായിച്ച അപ്പോസ്തല പ്രവൃത്തിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വലിയ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ കൂടിവരവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് മുൻപ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പല വ്യക്തിത്വങ്ങളുടെ സംഗമമാണ് അവിടെ നടന്നത്. ഒരുപക്ഷെങ്കിൽ പഴയ നിയമത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പാഴും ശൂന്യമായ പ്രപഞ്ചത്തെ ഡിസോർഡർ ആയതിനെ ഓർഡർ ആക്കിക്കൊണ്ട്
ചിതറിക്കിടന്നതിനെ ഒരുമിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അകന്നു നിന്നതിനെ അടുപ്പിച്ചുകൊണ്ട് അകലം മാറ്റുന്ന അവസരമായിട്ട് ഈ പെന്തക്കോസ്തിൻ്റെ ദിനത്തിൻ്റെ അനുഭവം നമുക്ക് സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ്. അടുപ്പം എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അകലത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അമ്മായിമ്മ പോര് ഇല്ലാത്തത് അമ്മായിമ്മമാരില്ലാത്തത് കൊണ്ടല്ല, വിവാഹം കഴിഞ്ഞാൽ ഉടനെ മാറി താമസിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനം അകലം മാറ്റുക എന്നുള്ളതായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറോണയുടെ ഈ കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇത്തരത്തിലുള്ള കൂടിവരവിനുള്ള അനുഭവങ്ങൾ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അംശം നമ്മളിൽ നിന്ന് എടുത്തു കളയുന്ന ഒരവസരമായിട്ട് വേണേൽ കാണാം. നമ്മളൊക്കെ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടായ്മകൾക്കുള്ളിൽ പ്രാധാന്യം നൽകിയവരാണ്. അതുകൊണ്ട് കൂട്ടായ്മകൾക്ക് ഇന്ന് സാഹചര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പള്ളിയിൽ പോയിട്ട് എന്ത് കാര്യമെന്നുള്ള ചില ചിന്തകൾ നമ്മുടെ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊരു പക്ഷെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി വരിക എന്ന് പറയുക അത് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടങ്ങളിൽ എങ്ങനെ നമുക്ക് കൂട്ടായ്മ ആചരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പുതിയ ചിന്തകൾ രൂപപ്പെടേണ്ടിയിരിക്കും. ഒരു ഹിന്ദു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ക്ഷേത്രാന്തരീക്ഷത്തിൽ തനിയെ പോയി ദൈവസാന്നിധ്യം അനുഭവിച്ച് സായുജ്യമടയാമെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കൂട്ടായ്മ ബന്ധങ്ങളില്ലാതെ ദൈവസാന്നിധ്യം ഇല്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരുന്ന് ഓൺലൈനിൽ ആരാധന സംബന്ധിക്കുമ്പോൾ മനുഷ്യനെ കാണാൻ കഴിയാതെ നമ്മളിൽ തന്നെ നമ്മുടെ ആരാധന ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ദേവാലയത്തിൻ്റെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, എൻ്റർ ടു വർഷിപ്പ് ആൻഡ് ഡിപ്പാർട്ട് ടു സെർവ്. ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ വേദനകളും നൊമ്പരങ്ങളും കണ്ടുകൊണ്ട് ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു ആരാധനയുടെ സംഭവിച്ചത്. അതാണ് ഈ കൂടിവരവിൻ്റെതായിട്ടുള്ള വലിയ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അത് നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഭയുടെ ചിന്താഗതിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടുന്ന ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. രണ്ടാമത് ഇവിടെ പറയുന്ന കൂടിവരവിലുണ്ടാകുന്ന മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു എന്നുള്ളതാണ്. അവിടെ വന്നിരുന്ന സഭാജനങ്ങൾ, അവിടെ കൂടിയിരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, മതകർമാദികളില്ല, ജാതിയില്ല, ദേശീയതയില്ല, സംഘടനയില്ല, സ്ഥാപനമില്ല. ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനിന്ന് വീട്ടിലിരുന്ന് ആരാധിക്കുമ്പോൾ എൻ്റെ മാത്രമായ ഒരു ലോകമാണ്. ആ ലോകത്ത് ആരാധിക്കാൻ വിഷമമില്ല. അതെൻ്റെ മാത്രമാണെന്ന് എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ സഭ. അവിടെ ആരാധിക്കാൻ നമുക്ക് വിഷമമില്ല എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ സഭയിൽ വരുമ്പോൾ അവിടെ ജാതിയുണ്ട്, അവിടെ വർഗമുണ്ട്, അവിടെ നിറമുണ്ട്, അവിടെ വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളിൽ ഞാൻ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായ വ്യത്യാസമാണ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനമായിട്ട് കാണാൻ കഴിയുന്നത്. അവിടെയാണ് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ ഇന്ന മതത്തിൽ ചേരണമെന്നോ ഇന്ന സഭയിൽ ചേരണമെന്നോ ഒന്നും വേദപുസ്തകത്തിൽ പറയുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആരാധന ഒരു ഭവനത്തിൽ ഒതുങ്ങുമ്പോൾ
എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി എൻ്റെ ആരാധനാ രീതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എൻ്റെ സമൂഹത്തിലുള്ള താഴേക്കിടയിലുള്ള ആളുകളെയും മറ്റുള്ള അനുഭവത്തിലിരിക്കുന്നവരെയും ഒരുമിച്ച് ഒരു അപ്പത്തിൻ്റെ അംശികളാകുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഒരുപക്ഷെങ്കിൽ ഒരു 50 വർഷമോ 100 വർഷമോ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജാതിയും എൻ്റെ വർഗവും എന്നൊക്കെയുള്ള ആ ഒരു വലിയ ചിന്താഗതിയിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി എന്ന ഒരു വലിയ അനുഭവങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവ് അവർക്കെല്ലാവർക്കും ലഭിച്ചു എന്നുള്ളതാണ്. വ്യത്യസ്തരായിട്ടുള്ള വ്യത്യസ്ത സമൂഹത്തിന് വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് നൽകുന്ന ഒരവസരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യനാക്കുന്നു. ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെയും മതഭ്രാന്തന്മാരായി തീരുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. മതഭ്രാന്തന്മാരാക്കാൻ വേണ്ടി മതത്തിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ മിഷൻ ഫീൽഡുകളായിട്ടുള്ള ആന്ധ്രയിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഒറീസ പോലുള്ള മിഷൻ ഫീൽഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ക്രിസ്തീയ വിശ്വാസികളാണ്. അവരിന്നും ഹൈന്ദവ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ അവരുടെ ഹൃദയത്തിൽ കത്തുന്ന യേശുക്രിസ്തുവിൻ്റെ തീജ്വാലയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരാധന നടക്കുന്നതിനേക്കാൾ വളരെ തീവ്രമായ ആരാധനകൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയാക്കി മതത്തിൽ ചേർത്ത് മതത്തിൻ്റെ അടിസ്ഥാനങ്ങളും മതത്തിൻ്റെ ചിന്തകളും മതത്തിൻ്റെ ചട്ടങ്ങളിലൊക്കെ നിൽക്കാൻ താല്പര്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടങ്ങളിലാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് സാധ്യതകൾ മങ്ങുന്നത്, മതബോധം കൂടുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 29-ാം വാക്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ഇതുമാത്രം: നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് നടക്കുന്നു. യേശു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞതെല്ലാം സഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മതബോധം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ നമ്മുടെ സഭ മാറിയിരിക്കുമ്പോൾ പ്രവർത്തിക്കാൻ ഇടമില്ലാത്ത ഒരവസരമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് സഭയിലെ ഒരു അംഗമായി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, പണ്ട് കാലങ്ങളിൽ ഇവിടെ വസൂരി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആ വസൂരിയെ വന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, ചികിത്സിക്കാൻ വേണ്ടിയും മരിച്ചവരെ മറവ് ചെയ്യാൻ വേണ്ടി പോയത് ഇവിടുത്തെ ക്രൈസ്തവരായിരുന്നു. സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ജീവചരിത്രത്തിൻ്റെ ഭാഗമായി അതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു വീട്ടിലെ 8 പേര് മരിച്ചു കിടക്കുകയാണ്. അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ജീവനുണ്ട കുഞ്ഞ്. മരിച്ചു കിടക്കുന്ന അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു ക്രൈസ്തവന്റെ ധർമ്മമായി ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കൊറോണയൊക്കെ വരുമ്പോൾ 50,000 രൂപ കൊണ്ട് സാമൂഹ്യ അടുക്കളയിൽ കൊടുത്തിട്ട് മാറി നിന്ന് നിൽക്കാനുള്ള താല്പര്യമാണ്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ ഒരു ഇടം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ശുശ്രൂഷയുടെ ഒരു മേഖലകൾ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പലപ്പോഴും കല്ലറകൾ പണിതും, നമ്മൾ പലപ്പോഴും വലിയ സൗധങ്ങൾ പണിതും, നമ്മൾ പലപ്പോഴും വലിയ പള്ളികൾ പണിതുമൊക്കെ അതിനെ മോടി പിടിപ്പിച്ച് ദൈവിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ശുശ്രൂഷ അന്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ ശക്തീകരണമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം. അത് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില വ്യതിയാനങ്ങൾ രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ പോലും അന്യഭാഷയൊക്കെയാണ് നമ്മൾ ഏറ്റവും എടുത്തു കാണിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിനെ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ വിമർശനത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ കൃത്യമായി സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് തിരിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ
5 വാക്ക് പറഞ്ഞാൽ മതി അറിയാവുന്ന വാക്ക്. അത് പറയുന്നതിനെക്കുറിച്ചോ അതില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരു 100 ദിവസക്കാലം അന്യഭാഷ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ അനുഭവത്ത് ഇറങ്ങിച്ചെല്ലുവാനും അവരെ പരിപോഷിപ്പിക്കുവാനും അവരുടെ മേൽ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ ചേർന്ന് നിൽക്കാനും കഴിയുന്നെങ്കിൽ അന്യഭാഷയ്ക്ക് അപ്പുറമായ ഒരു ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ ദൈവം നിനക്ക് തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹത്തിൻ്റെ ഭാഷയാണ് മറുഭാഷ എന്ന് പറയുന്നത്. അത് ചിലമ്പുന്നതല്ല. അത് ഒരുപക്ഷെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അകറ്റി നിർത്തുവാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. ഈ വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാരംഭിച്ചപ്പോൾ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 43-ാം വാക്യം മുതൽ 2-43-47 വാക്യങ്ങളിൽ നിരാശരായ ഒരു സമൂഹം ധൈര്യശാലികളായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയതാണ്. യേശു പ്രവാചകനാണോ ദാവീദാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചിലരൊക്കെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ചിലർ മാത്രമേ പറഞ്ഞുള്ളൂ ക്രിസ്തുവാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് എന്ന് വിളിച്ച് പറയുവാനുള്ള ധൈര്യം നേടിയെന്നുള്ളതാണ്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട. കഴിഞ്ഞ ദിവസം ഞാൻ അത് ഓർപ്പിച്ചാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. രണ്ടാമത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ആശയവിനിമയത്തിനുള്ള വലിയ പ്രാഗൽഭ്യമാണ്. വ്യത്യസ്ത ഭാഷകൾ ഏകഭാഷയായി മാറി എന്നുള്ളതാണ്. ഇത് വളരെ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഞാൻ കരുതുകയാണ്. ബാബേൽ ഗോപുരം നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാഷകൾ ചിതറിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ഭാഷ എൻ്റെ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഭാഷ അസ്ഥാനത്താണ്. എൻ്റെ ഭാഷ എൻ്റെ കുടുംബനാഥന് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ആ ഭാഷ അസ്ഥാനത്താണ്. ഇവിടെയാണ് ഭാഷയുടെ പ്രാധാന്യം. ഒരമ്മ മകളും തമ്മിലുള്ള ഭാഷ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ആത്മീയ ബന്ധം വേണം, അതിനൊരു ആത്മബന്ധം വേണം. അവിടെയാണ് ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഭാഷ മനസ്സിലാക്കുവാനും ആ ഭാഷ തിരിച്ചറിയുവാനും ആ ഭാഷയുടെ അനുഭവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, കേരളത്തിൽ ബെഞ്ചമിൻ ബെയ്ലി വന്നതുകൊണ്ട് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിച്ചിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷകൾ ഒന്നിപ്പിക്കുവാൻ ഒരു മിഷണറിയുടെ പ്രവർത്തനം പരിശുദ്ധാത്മാവിലൂടെ സഹായിച്ചു എന്നുള്ളതാണ്. വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യണമെങ്കിൽ ഒരു മാനുഷികമായ പ്രയത്നം കൊണ്ട് സാധിക്കത്തില്ല. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ വേണം. അതുകൊണ്ട് ഞാൻ ഇന്നും വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക ഇടപെടലുകൾ ഒരു സാഹസികമായ യാത്രയിലൂടെ നടത്തിയ മിഷണറിമാരിൽ സംഭവിച്ചുവെങ്കിൽ ഇന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവം മനുഷ്യനെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഹോളി കമ്മ്യൂണിക്കേഷൻ, ഒരു വാർത്താവിനിമയത്തിൻ്റെ പുതിയ ശക്തി, ഒരു മാധ്യമത്തിൻ്റെ പുതിയ ശക്തി നമുക്ക് ദൈവം തരുമ്പോൾ അതിലൂടെ ഭാഷകൾ മനസ്സിലാക്കുവാനും ഭാഷയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും മനുഷ്യനെ അറിയുവാനും മനുഷ്യൻ്റെ വേദനകൾ തിരിച്ചറിയുവാനും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള അവസരമായി തീരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഹോളി കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് ഒരു ഹോളി കമ്മ്യൂണിയൻ നടക്കുന്നത്. ഒരു ഹോളി കമ്മ്യൂണിയൻ നടക്കുമ്പോഴാണ് ഒരു ഹോളി കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷകൾ മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ വേണം. എൻ്റെ അയൽവക്കത്തുള്ളവനെയും എൻ്റെ തൊട്ടടുത്തുള്ള ഹൈന്ദവനെയും അവൻ്റെ ഭാഷയും മനസ്സിലാക്കുവാൻ എനിക്കൊരു ദൈവിക കൃപ വേണം. അത് പരിശുദ്ധാത്മാവിനോട് മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വിശാലമായ ചിന്താഗതി എൻ്റെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.
നിലവിൽ വന്ന സമൂഹം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത ഒരു സമൂഹമായി തീർന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദിമ സഭയുടെ അനുഭവങ്ങൾ എനിക്ക് തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതൊക്കെ പൊള്ളയായ പ്രാർത്ഥനകളാണ്. അതിലൊന്നും നമുക്ക് ആത്മാർത്ഥതകൾ ഇല്ലാത്ത പ്രാർത്ഥനയാണ്. കാരണം ആ പ്രാർത്ഥനകളിൽ വലിയ അർത്ഥങ്ങളുണ്ട്. ആദിമ സഭയുടെ അനുഭവം എനിക്ക് തരണമേ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വ്യതിയാനങ്ങളാണ്. എല്ലാം പൊതുവകയെന്നെണ്ണി അവരവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ആവശ്യങ്ങൾ അത് കൃത്യമായി കൊടുക്കുവാനുള്ള മനസ്സുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ഈ കൊറോണ സമയത്ത് നമുക്ക് എത്ര അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എത്ര സാധ്യതകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ വേദനകൾ പങ്കുചേരാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ എത്ര അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 30% ഭാരതത്തിൻ്റെ പട്ടിണി ഉള്ളതിൻ്റെ കാരണം അടിക്കുവാൻ മനസ്സില്ലാത്തവൻ്റെ പൊതിയിരിക്കുന്നുകൊണ്ടാണ്. ഞാനും നിങ്ങളും എൻ്റെ പൊതി എൻ്റെ വീടിന് മാത്രം എന്നുള്ള ചിന്തകളാണ്. ഇത് പറയുമ്പോൾ തന്നെ മനസാക്ഷി നമുക്കെല്ലാവർക്കും കുത്തിയേലും, എനിക്കും കുത്തുണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, വിലയുള്ളതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തും. ചില വിശ്വാസ സമൂഹങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയല്ലേ? കഴുത്തിലിട്ടിരിക്കുന്ന മാല വിലയുള്ളതായൊന്ന് മാറ്റുന്നു, പക്ഷെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി വിലയുള്ള വാച്ച് കെട്ടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ചത് എന്നുള്ളതാണ്. പൊതുവകയെ നീണ്ടി മാറ്റി നിർത്തുമ്പോൾ വാച്ച് കെട്ടി വിലയുള്ള വാച്ച് കെട്ടുന്നതിനപ്പുറമായി മറ്റുള്ളവർക്ക് പകുത്തു കൊടുപ്പാൻ, അത് പണം മാത്രമല്ല, മനസ്സും ജീവനും ജീവിതവും പകുത്തു കൊടുക്കാനുള്ള അവസരം വേണം. അവിടെയാണ് ജീവന്റെ പ്രത്യാശ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വേണ്ടി ഒരു വിലമതിക്കാത്ത സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അവസരമായി തീരണം. അവിടെയാണ് പൊതുവക എന്ന് പറയുന്നത്. അവിടെയാണ് പൊതുചിന്തകൾ ഉണ്ടാകുന്നത്. ഒരു കിറ്റ് കൊടുക്കുമ്പോൾ അത് പൊതുവക എന്നെണ്ണണമെങ്കിൽ എൻ്റെ സമീപത്തുള്ള മുഴുവൻ ആളുകളെയും പൊതുവക എന്നെണ്ണണം. അതെൻ്റെ CSIക്കാരുടെ മാത്രമാകുമ്പോൾ ഞാൻ എന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ വീണ്ടും സങ്കുചിതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു വിശാലത നമുക്ക് വേണം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ VBS ഒക്കെ വിശാലതയായിരുന്നു. ഇന്ന് അതെല്ലാം ചുരുങ്ങി. ഞാനും എൻ്റെ സഭയും അതിന് മതിൽ കെട്ടി, മതി ഇതിലേ എന്ന് പറഞ്ഞ് മതിലുകൾ കെട്ടി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ പുതിയ സഭയ്ക്ക് നൽകിയെങ്കിൽ, ഇന്ന് സഭ വളരണമെങ്കിൽ, സഭ ജീവനുള്ളതാകണമെങ്കിൽ, സഭ ശക്തി പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവെ വന്ന് എന്നിൽ മാറ്റം വരുത്തണമേ. അവിടെ മാറ്റം വരുത്തുമ്പോൾ മാത്രമേ ഈ ജീവജാലങ്ങൾക്കും ജീവനും ജീവിതത്തിനും മാറ്റം വരുത്താൻ കഴിയത്തുള്ളൂ. അവിടെയാണ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഫലങ്ങളിലൂടെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ദിനത്തിൽ, ഈ പെന്തക്കോസ് ദിനത്തിൽ, സഭയുടെ പിറന്നാളിൻ്റെ ദിനത്തിൽ, സഭയുടെ പുതിയ ദിവസത്തിൽ പുതിയ തീരുമാനത്തോടുകൂടി സഭയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഇടം തേടി യാത്ര ചെയ്യാം. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പങ്കാളികളായി തീരുമ്പോൾ പുതിയ സഭയുടെ ശക്തി രൂപപ്പെടുവാൻ കഴിയും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനായിട്ട് നമ്മളെ സമർപ്പിക്കാം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പിച്ച് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വാതിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ.
സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാവുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസനായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമീൻ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് വരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമുക്ക് അല്പസമയം വേർതിരിക്കാം. വളരെ പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണഭയം നമ്മുടെ ചുറ്റുമുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള ആകുലതകളുണ്ട്. ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളിൽ എൻ്റെ വീടും എൻ്റെ പരിസരങ്ങളും എന്നതിനപ്പുറമായി വിശാലതകൾ നഷ്ടപ്പെട്ട ഒരനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവേ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആരാധനയുടെ അനുഭവങ്ങൾ പങ്കിട്ടവരാണ്. അത് ഞങ്ങൾക്ക് ലഭിക്കാതെ ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ശരീരവും സങ്കുചിതമായി, ഞങ്ങളുടെ വിശ്വാസത്തിന് പോലും സങ്കുചിതമായ അനുഭവങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണല്ലോ. അതിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്ത് പ്രവർത്തിപ്പാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ലോകമെങ്ങുമുള്ള എല്ലാവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോ ബലഹീനതകളോ ഓർക്കാതെ വണ്ണം ഞങ്ങളുടെ ലോകത്തോടെ ജനത്തോടെ നീ അവിടുന്ന് മനസ്സറിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ കുടുംബങ്ങളായി ഓരോ ദേശത്ത് പാർപ്പിച്ചിരിക്കുന്നു. ഈ സഭയിലുള്ള കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്ത് പല ആളുകൾക്കും രോഗത്തിൻ്റെ വലിയ പ്രയാസമുണ്ട്. മരണപ്പെട്ട ഭവനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട്. പുറത്തു പറയുവാൻ കഴിയാതെ വേദനയോടെ ഭവനങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഇവിടുന്ന് മനസ്സലിയണമേ നിങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ കോവിഡിൻ്റെ പ്രയാസത്താൽ വളരെയധികം ആളുകൾ ഭാരപ്പെട്ടു. അവർക്കൊക്കെ നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമൊക്കെ ചിലർക്ക് രോഗബാധയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കരുണയുള്ള ദൈവമേ, അവരുടെ ശരീരത്തിന്മേൽ അധികാരമുള്ള ദൈവം പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപസഭയായ കുറിച്ച് സഭയിലും 4 അംഗങ്ങൾ കോവിഡ് വന്ന് മരണമടഞ്ഞു. കർത്താവേ, 10-20 കുടുംബാംഗങ്ങൾക്ക് കോവിഡിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. അവിടെയുള്ള ജനത്തെ ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മുഴുവൻ ജനങ്ങളെയും നീ അവിടുന്ന് സൗഖ്യമാക്കണമേ. ദൈവമേ, മനുഷ്യൻ കാണാത്ത ഈ വൈറസിനെ ദൈവം കണ്ട് അതിനോട് ദൈവമേ മാറ്റി നിർത്തുവാൻ ദൈവം അവിടുന്ന് പ്രവർത്തിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തിക മാന്ദ്യത്താൽ അനേക ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് ജീവിതം വളരെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആതുര ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഞങ്ങളുടെ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. വിവിധ മേഖലകളിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പരിശ്രമങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അവരുടെ ജോലികൾ ദൈവത്തിൻ്റെ ജോലികളാണ്.
അത് ചെയ്യുവാനുള്ള പ്രാപ്തിയും നിയോഗങ്ങളും ദൈവം അവർ കൊടുത്തിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം, യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ബലപ്പെട്ട് നിൽപ്പാൻ ഇന്ന് ആളുകൾ അവരെ ഒരുക്കണമേ എന്നും പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഈ ആരാധനയുടെ അനുഭവത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യാം. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ ഭവനത്തിലിരിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് പ്രത്യേകമായ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവയെ പ്രത്യേകമായി ഓർക്കാം, തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടക്കാരെയും ശുശ്രൂഷരെ ഓർക്കാം. പല അച്ഛന്മാർക്കും ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ടിബിനച്ഛനെ പ്രത്യേകമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായ പ്രയാസത്താൽ ആശുപത്രിയിലായിരിക്കുന്നു. ആവശ്യമായ സൗഖ്യം അവിടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉപദേശിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിഷൻ വീട്ടിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അവരെ ഒന്നും കാണാനും കേൾക്കുവാനും കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അവരുടെ ശുശ്രൂഷകൾക്ക് ബലം നൽകുവാൻ ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ വീണ്ടും വിനയപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ യാചന കേൾക്കുമാറാകണമേ. ആമീൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരുണയുടെയും പിതാവേ, യോഗ്യരായ അടിയോരോടും സകലമനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിലും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിലും മേലായ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ ബലവതി ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവലികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായകൂടാതെ നിങ്ങളുവരായി തിരയേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കർമ്മങ്ങളെ കുറിച്ച് തകതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമീൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്ന് അവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ അരുളേണമേ. ആമീൻ. കർത്താവ് പഠിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളാകുന്നു. ആമീൻ. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വീണ്ടും കൂടി വരുവാൻ അവസരങ്ങൾ നീ ഒരുക്കണമേ. ഇന്ന് ആരാധനയിൽ ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയ്ക്കായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ ദേശത്തും ഒക്കെയും ഞങ്ങൾ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ ഞങ്ങളുടെ മേലുണ്ടാകണമേ. അവിടെ ഇവിടങ്ങളായി നിന്റെ സുരക്ഷിതമായ ചെറുകൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വളരെ സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചത്. എങ്കിലും നമ്മുടെ എല്ലാവരെയും കരുതലോടെ ദൈവം കാത്തതിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർപ്പിച്ചതുപോലെ കുറിച്ച് ഈ സഭയിൽ
വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. 4 പേര് മരണപ്പെട്ടു. അവരെയൊക്കെ നമുക്ക് സഹായിക്കുവാൻ ദൈവം ഓരോരുത്തരെ ഒരുക്കി തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ സഭയുടെ രോഗികളായി കഴിയുന്നവരും അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് ജോലി ഇല്ലാതിരുന്ന പ്രിയപ്പെട്ടവർക്കുമൊക്കെ ചെറിയ സാമ്പത്തിക സഹായം നൽകുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ചവരെയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തവരെയും കമ്മിറ്റിക്കാരെ പ്രത്യേകമായിട്ടും ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നമുക്ക് മറ്റുള്ളവരെ കൂടെ സഹായിപ്പാനും കരുതുവാനും ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ഒരു സമൂഹത്തിനോടുള്ള പശ്ചാത്തലത്തിൽ പ്രവർത്തിപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന റേയോടും മറ്റു പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച നമുക്ക് ആരാധന റെക്കോർഡ് ചെയ്യുന്നുണ്ട് 4 മണിക്ക്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ വാക്യപ്രതിവാക്യമായിട്ടൊക്കെ പറയാനുള്ള അവസരങ്ങളോടെ ലഭിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവോടുകൂടിയും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.